ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അടികട്ടിയുള്ള പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ചെറിയ ഏലക്കായ, കുറച്ച് കുരുമുളക്, പിന്നെ 1 നുള്ളു പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ ചൂടാകുമ്പോൾ ഒരു ചെറിയ ബേ ലീഫും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. ഇത് കളർ മാറാതെ എണ്ണയിൽ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒരു മീഡിയം സവാള അരിഞ്ഞത് ചേർക്കാം. വഴറ്റുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. നല്ല എരിവുള്ള 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ മതി, കളർ ചേഞ്ച് ആവരുത്. ഇതുപോലെ ആയ ശേഷം കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന്റെ പിങ്ക് കളർ മാറി വൈറ്റ് കളറിലേക്ക് ആയ ശേഷം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ 2 കപ്പ് അളവിനാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ തിളച്ചു വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. പകുതി വേവാകുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും കട്ട് ചെയ്ത് ചേർക്കാം. ചെറിയ തീയിൽ ചിക്കനും ഉരുളക്കിഴങ്ങും മുഴുവൻ വെന്ത ശേഷം ഇതിന്ന് 2 കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്ത് ഉടച്ച് കറിയിൽ തന്നെ ചേർക്കാട്ടോ. ഗ്രേവിക്ക് തിക്കും ടേസ്റ്റും കൂടുതൽ ഉണ്ടാവും. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് 2 മിനിറ്റ് തിളച്ച ശേഷം ലാസ്റ്റ് ആയിട്ട് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യിൽ 6 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കാഷ്യൂ നട്ട്സും താളിച്ച് കറിയിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയാവും.